ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തനായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു. യൂട്ട വാലി സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന ചടങ്ങിനിടയിലായിരുന്നു ട്രംപ് അനുകൂല മാധ്യമപ്രവർത്തകനുമായ ആക്ടിവിസ്റ്റുമായ ചാർലി കിർക്കിന് വെടിയേറ്റിരുന്നത്. കൂട്ടവെടിവെപ്പിനെ കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മറുപടി നൽകുമ്പോഴാണ് ചാർലി കിർക്കിന് വെടിയേറ്റിരുന്നത്. ഡൊണാൾഡ് ട്രംപാണ് സമൂഹ മാധ്യമങ്ങളോട് ഈ വാർത്ത പങ്കുവച്ചത്. യുഎസിലെ യുവാക്കളുടെ ഹൃദയത്തിൽ ചാർലിയൊക്കെ നന്നായി മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് ട്രംപ് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. മഹാനായ ചാർലി കിർക്ക് മരിച്ചു. യുഎസിലെ യുവാക്കളുടെ ഹൃദയം ചാർലിയേക്കാൾ നന്നായി മറ്റാർക്കും മനസ്സിലായിട്ടില്ല. എല്ലാവരും അയാളെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമില്ല. എൻ്റെ അനുശോചനം അദ്ദേഹത്തിൻ്റെ കുടുംബം. ചാർലി, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇങ്ങനെ: രാജ്യത്ത് ഉടനീളമുള്ള US പതാകകൾ ചാർലിയോടുള്ള അനുശോചക സൂചനമായി പതാകകൾ താഴ്ത്തിക്കെട്ടാൻ ട്രംപ് ഉത്തരവിട്ടതായും വൈറ്റ് ഹൗസ് അറിയിച്ചു. വെടിവെച്ച ആളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. സംഭവവുമായി അനുബന്ധിച്ച് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ അദ്ദേഹം പ്രതിയെന്ന് പോലീസിന്റെ അറിയിപ്പ്. അതേസമയം യൂട്ട വാലി സർവകലാശാലയിൽ നടന്ന ചടങ്ങിനിടയിൽ ചാർലി കിർക്ക് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വെടിയൊച്ച മുഴങ്ങുന്നതിന് പിന്നാലെ കഴുത്തിൽ ഇടതുവശത്തു കൂടി ചോരയൊഴുകുന്നതാണ് പിന്നീട് കാണുന്നത്. യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് USA യുടെ CEO യും സ്ഥാപകനുമാണ്